നമസ്തേ. രാമായണ പാരായണം 7-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ പുക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീർ അത്യർത്ഥമിറ്റിറ്റ് വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമത്രേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജോതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജനായ അതിപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ. എന്തു പറഞ്ഞു വിശേഷിച്ചും ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൽത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരുകേറ്റിക്കൊണ്ടുപോയേന്തവാജ്ഞയാ ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാധികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതോ. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചും ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഹിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണികരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കര നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംഭ്യമന്തം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്ക് രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളഭതനിപ്പാവി എന്തു പിഴച്ചിതോ ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം. ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ.
ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരിക്ക് ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധവും കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭിതുമ്പിക്കയിലംബോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്തായ ചാപേ ദൃഢമയച്ചീടിനേൻ. ഹാഹഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹദോഹം വിദേവ്രത. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായ ഇതസ്ത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണ് താപേന ചെന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമാപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേൻ അതിപാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു. പിന്നെ സജ്ജല്ലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്നേനവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരെ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നേ മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമല്ലോ മതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാ കണ്ണ് ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചതിന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. രാത്രവും വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നീ നദി തീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനുമെന്നോടു ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാല ദേവി ചെന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു
തണ്ണീർ കൊടുക്കുകയെന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുരറ്റോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയനവലംബനം. ജന്തുവിഷയ കൃപാവസന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാ കർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതീ ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ. നീ നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനാൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും. ദുഃഖദേഹന്മാരുമാ ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്രഃ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. നാരീജനവിലാപം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കവാ വിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കു ധരാപാലകൻ തന്നുടൽ കേടു വന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്ന് തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്ന് കേകയ രാജ്യമകം പുക്കു ചെല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിധൃതം ചെന്നു ചെൽകന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കു നത്വായുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. ഭരതനയനം. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമെങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതനെന്നാകിലും എന്തകപ്പെട്ടതിനുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരിപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഹൃഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം പൊക്കിതു ചെന്നു രാജകേഹം രാജലക്ഷണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഗാഠമാലിംഗ്യമടിയിൽ വച്ചുത്തമാങ്കേ മുകർനാശു ചോദിച്ചിതു. ഭദ്രമല്യ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമേലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതിനുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്ന് കേട്ടതു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം, നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിക്കുല ചിത്തനായി വേണുവിലാപം തുടങ്ങിനാൻ എത്രയും.
ഹാ താത ദുഃഖ സമുദ്രേ നിമജ്ജമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിനീ ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരം മുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമകർണ്യ ഭരതനും ഖേദപരവശ ചേതസ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേതി പുന രാതുരനായി വിലപിച്ചു മരിച്ചിതു. താതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൽ അതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും മരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണമെന്ന് പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം മമ തന്നു തവ പിത പണ്ട് അതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നു. രാമൻ വനത്തിനു പോകുന്നു മറ്റതും ഭൂമിവൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു. രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകി ദേവി പാതിവ്രത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പുക്കാൻ. അറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആകന്ത ശോകത്തിനെന്തോരു കാരണം. രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞത് കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാദി പൂണ്ടിയിടിനാൻ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാവേ മഹാഘോരെ നിസ്ത്രവേ നിർദ്ധയേ ദുഷ്ടേ നിശാചരെ. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനെ ഞാൻ ചെന്നു ഭംഗിയിൽ വീണു മരിപ്പൻ. അല്ലായെങ്കിലോ കാളകൂടം കുടിച്ചിടുവൻ. അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യം പുണർന്നേടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഹിന്നയായി ഒരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളെല്ലാം ഇതകപ്പെട്ടതെന്മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും മനുജാതനും സീതയും ചീരാംബര ജടധാരികളായി വനം പ്രാപിച്ചു തന്നെയും ദുഃഖാംബുരാശിയിൽ താപനമഗ്നയാക്കിയിടിനാൾ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകാകിതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്. ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജന വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗനെ നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ.
ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടുരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജ്യാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും മുക്ത യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുതാ ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം ജപ്ത്വാ പുരന്തരാർദാസനം ദുർലഭം. വൃത്രാര് മുഖ്യത്രിദശൗഖവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണം ഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിംഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോൻ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ള ഒരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുനാം വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വവേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരവസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നിതും. ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പാത്രാഗ്ര ലഗ്നാഭുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതീനശ്വരം. പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണമേഘത്തിനു മൂലവികർമ്മദേഹങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തയെ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകലോ. സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര കൃത്യമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംഹിതം. ദത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാധരാൽ. വേദപരായണന്മാരാം ദിജാവലി ഗോദന ഗോദന ഗ്രാമരത്നാംബര ഭൂഷണലേപന താമ്പൂലപൂകങ്ങൾ തോഷണദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാധാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദിനം നാനാസുഹൃജനത്തോടും അനാകുലം.
തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുല സപ്തമന്മാരുമായി വന്നു സവാന്തികെ അർണൊരുഹാസന സന്നിഭന മുനി സൊന്നാസനെ മരുവേടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും മന്ദരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ, ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ ധവതാതൻ ദശരഥൻ പ്രതീതലം നിനക്കധ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമോഷ കൈകേയിക്കു ദത്തമായോരു വരധയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താത നിയോഗമനുഷ്ഠിക്കയും വേണം, പാതകമുണ്ടാമതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.